വടവിട്ടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനന മരണദുഃഖച്ഛേദ ദക്ഷം നമാമി. ഹരേ ശരണമയ്യപ്പ. ദക്ഷിണാമൂർത്തയേ ശരണമയ്യപ്പ. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. നമ്മളൊക്കെ ജീവിത സമരത്തിൽ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോക്കിലെ സെക്കൻഡ് സൂചി കറങ്ങുന്നത് പോലെ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കറങ്ങി തിരിയുകയാണ്. എങ്ങും എവിടെയും അധർമ്മം കൊടികുത്തി വാഴുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ധർമ്മം വനം ഗച്ഛതി. ധർമ്മം വനത്തിൽ നിൽക്കുന്ന ഒരു കലികാലത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം വളരെയേറെ ദുഃഖദുരിതപൂരിതമാണ്. അതിൽ നിർണായകമായ സ്വാധീനങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ. അപ്പോൾ ലോകത്ത് എവിടെ എന്ത് ദുഃഖം വന്നു കഴിഞ്ഞാലും എൻ്റെ മക്കൾക്ക്, വരും തലമുറയ്ക്ക് ഇത് ഉറപ്പായും വരും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. നമ്മുടെ മക്കളോ സോഷ്യൽ മീഡിയകൾക്ക് അടിമയായി അവരെ കാത്തുകൊണ്ട് മദ്യവും മയക്കുമരുന്നും കൊലപാതകവും ആത്മഹത്യയും അവരെ മാടി വിളിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം കവികൾ പാടിപ്പുകഴ്ത്തിയ ഒരു തരം പ്രേമലുലുലുലുലു ഉണ്ട്. ശരണമയ്യപ്പ. ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിനകത്ത് കെണി മുന്നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആണ് ഭാരതീയ പൈതൃകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏവം പരമ്പരാപ്രാപ്തം. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതവനും ഭാഗവതോത്തമനുമായ ആ എൻ്റെ പിതാവിൽ നിന്നും പരമ്പരാഗതമായി എനിക്ക് ലഭിച്ച ഈ ധർമ്മശാസ്ത്ര പ്രചരണം, 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദ ഉപാസന, അതുപോലെ തന്നെ സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി, തപോവനാനന്ദ സ്വാമികളിലെത്തി, സ്വാമി ചിന്മയാനന്ദ മഹാരാജിലെത്തി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ എന്നിലെത്തിയ ഈ അദ്വൈത വേദാന്ത സംസ്കൃതി. അപ്പം എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. യുവത്വത്തെ അവരെയാണ് നാം പുതുപുത്തൻ മേഖലകളിലോട്ട് അവർ കയറുമ്പോൾ അവർ പഠിക്കാത്ത ഒരു വിഷയമുണ്ട്. എന്താണ്? അതാണ് എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം. പ്രൊഫഷനുകളെയാണ് നാം വാർത്തെടുക്കുന്നത്. നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, നല്ല ക്ലോത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, നല്ല വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്, നല്ല നല്ല പുതിയ പുതിയ മൊബൈലുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പ്രൊഫഷനുകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല മലയാളിക്ക്. പക്ഷേ എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം എന്ന് മാത്രം പഠിക്കുന്നില്ല. അപ്പം ചിന്മയാനന്ദ മഹാരാജ് പറയും, യൂസ്ലെസ്സുകൾ ഇവിടെ ഇല്ല.
നമ്മളെ മക്കളുടെ നെഗറ്റീവുകൾ നാം കാണേണ്ട ആവശ്യമില്ല. അവരെ പ്രൊമോട്ട് ചെയ്യണം. ഏത്? ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക്. അതിന് യൂസ്ലെസ് ഇല്ല. അപ്പോൾ പിന്നെ യൂസ്ഡ് ലെസ് ആണ്. അവർ ഉപയോഗിക്കുന്നത് കുറച്ചാണ്. അപ്പോൾ യൂസ്ലെസ്സിൽ നിന്നും യൂസ്ഡ് ലെസ്സിലേക്ക് നമ്മുടെ മക്കളെ, വരും തലമുറയെ ശ്രദ്ധിക്കണം. ഉപദേശിക്കരുത്, ആകർഷിക്കണം, അട്രാക്റ്റീവ് ആക്കി എടുക്കണം. എന്ത്? നമ്മുടെ ധർമ്മങ്ങൾ. അപ്പോൾ ഇപ്പോൾ ജടിലമായ ഒരു സംസ്കാരത്തിലൂടെ അവർ വളരുകയാണ് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ബാഡിൽ നിന്നും, സമൂഹം ബാഡ്, സംസ്കാരം ബാഡ്, സോഷ്യൽ മീഡിയകളിലൂടെയുള്ള അതിപ്രസരം ബാഡ്, മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളുമായ ബാഡ്, ഈ ബാഡിൽ നിന്നും ഗുഡിൽ നിന്നും ബെറ്ററിൽ നിന്നും ദി ബെസ്റ്റിൽ നിന്നും ദി ബെസ്റ്റിൽ നിന്നും പെർഫെക്റ്റ് ആക്കി മാറ്റിയെടുക്കണം നമ്മുടെ മക്കളെ. അതിന് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. ഇവിടെ ശ്രദ്ധിക്കണം, ഭഗവത്ഗീത ഉപദേശമല്ല, ശ്രീകൃഷ്ണാർജുന സംവാദേ, സംവാദ രൂപത്തിൽ ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കണം നമ്മുടെ കുട്ടികളെ. ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കണം. അടിപൊളിയായ ഒരു പുതിയ ജീവിതം, അടിമുടി ഒരു പരിവർത്തനം. അതിന് നമ്മളൊക്കെ ആചാര്യന്മാരായി മാറണം. എന്തിൻ്റെ? ജീവിതത്തിൻ്റെ ആചാര്യന്മാരായി മാറണമെങ്കിൽ നിങ്ങൾ ആരോ ആവട്ടെ, എന്തോ ആവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ഏത് ഭരണാധികാരി, ഏത് IAS കാരൻ, ഏത് IPS കാരനെ, ഏത് മാർക്സിസ്റ്റുകാരനാവട്ടെ, ഏത് കോൺഗ്രസ്സുകാരനാവട്ടെ, ഏത് RSS കാരനാവട്ടെ, ഏത് മുസ്ലിം ലീഗുകാരനാവട്ടെ, ഇനി ഏത് മുസ്ലിം മതവിശ്വാസിയാകട്ടെ, ഏത് ക്രിസ്ത്യൻ മതവിശ്വാസിയാകട്ടെ, ഏത് ഹിന്ദു കോമരങ്ങളാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിനൊപ്പം അടുക്കളയിൽ അഗ്നി പോലെ, കറികളിൽ ഉപ്പ് പോലെ, ബേക്കറി ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര പോലെ ഒരു ഭഗവത്ഗീതയിലെ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു ശ്ലോകവും വേണ്ട, ഒരു പദം മതി. ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയന്റിഫിക് സയൻസിലെ ഒരു പദം മതി നമ്മുടെ ജീവിതത്തെ ഉയർത്താനും വളർത്താനും സേഫ് സോണിൽ കൊണ്ട് പരമാനന്ദ സംപ്ലുത പരമാനന്ദത്തിൽ ജീവിക്കാനും. കാരണം ഇത് പറയുന്നത് ക്ഷത്രിയനോടാണ്, രാജാക്കന്മാരോടാണ്. ഭഗവത്ഗീത ശ്രീകൃഷ്ണ അർജുന സംവാദേ. ശ്രീകൃഷ്ണൻ അർജുനനാണ്, യുവരാജാവിനോടാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. ഇവിടെ ശ്രീകൃഷ്ണ അർജുന സംവാദേ. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷതത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവൻ, ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് ഉയർന്ന് മനോബലമുള്ളവൻ എന്നുള്ളതാണ് അർത്ഥം. ഇതാണ് നമ്മളിവിടെ വർമ്മ എന്ന് പറയും. വർമ്മ എന്ന് പറഞ്ഞാൽ യോദ്ധാവ് എന്നാണ്. ജീവിതത്തിൻ്റെ യോദ്ധാവ് എന്നുള്ളതാണ് വർമ്മ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ബ്രാഹ്മണരൊക്കെ ശർമ്മ എന്ന് പറയും. ശർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലും അകത്തും പുറത്തും സന്തോഷം കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും മറ്റുള്ളവരോട് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെയും സന്തോഷ ആനന്ദപ്രദമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ശർമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ജീവിത തകർച്ചയിൽ നിന്നും ഉയർന്ന് ജീവിത രാജാക്കന്മാരാകാൻ മനോബലമുള്ള ഒരു വ്യക്തികൾ കൂടുന്ന സമൂഹങ്ങൾ കൂടുന്ന രാഷ്ട്രങ്ങൾ കൂടുന്ന മാനവരാശി. അപ്പോൾ അതിശക്തമായ ഒരു സമൂഹത്തെ അപ്പോൾ നാം ശ്രദ്ധിക്കണം. ശരണമയ്യപ്പ. ഭഗവാൻ പറയും, യോ മേ മതമിതം നിത്യമനുതിഷ്ഠതി മാനവരാശിയോടാണ് ഇത് പറയുന്നത്. യോ മേ മതമിതം. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ, മുസ്ലിങ്ങൾക്ക് ഖുർആൻ ഉള്ളതുപോലെ,
ആണ് ഭഗവത്ഗീത എന്ന് മുൻ ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീത എന്ന് മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യായരുടെ മകൻ മണികണ്ഠൻ ഈ ജന്മത്തിലും മറുജന്മത്തിലും മുജ്ജന്മത്തിലും പറയുകയില്ല. കാരണം ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു, യോ മേ മതമിതം, ഞാനിതാ എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായം 700 ശ്ലോകങ്ങളിലൂടെ 18 അധ്യായങ്ങളിലൂടെ പറയുന്നു. അങ്ങനെയുള്ള യോ മേ മതമിതം, എൻ്റെ അഭിപ്രായം നിത്യമനുതിഷ്ഠതി. ശ്രവണ പഠന മനന നിധിധ്യാസവം, മരുന്ന് കഴിക്കാനുള്ളതാണ്, ഭക്ഷണം കഴിക്കാനുള്ളതാണ്, ഭഗവത്ഗീത ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളതാണ്, പ്രാവർത്തികമാക്കാനുള്ളതാണ്. യോ മേ മതമിതം നിത്യമനുതിഷ്ഠതി മാനവ, മാനവരാശിയോടാണ് കൃഷ്ണൻ പറയുന്നത്. സെമിറ്റിക് മതങ്ങൾ പറയുന്നു ബൈബിളിലൂടെ അല്ലാതെ മോക്ഷം കിട്ടില്ല എന്ന്, സ്വർഗരാജ്യത്തെത്താൻ പറ്റില്ല എന്ന്. ഖുറാൻ പറയുന്നു ഖുറാനിലൂടെ അല്ലാതെ സ്വർഗരാജ്യം കിട്ടാൻ പോകുന്നില്ല എന്ന്. പക്ഷേ മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യായരുടെ മകൻ മണികണ്ഠൻ പറയുന്നു, മാനവരാശിയോട് യോ മേ മതമിതം നിത്യമനുതിഷ്ഠതി മാനവ, മാനവരാശിയോടാണ്. വിശ്വസാഹോദര്യമാണ്. ലോകമേ തറവാട് തനിക്ക് പൂക്കളും പുഴുക്കളും കൂടത്തൻ കുടുംബക്കാർ. അങ്ങനെ വിശ്വമാനവികതയിലേക്കാണ് ഈ ധർമ്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യമൃഗങ്ങളെ, രാഷ്ട്രീയ അടിമകളെ, രാഷ്ട്രീയ അന്ധതന്മാരെ മനുഷ്യദേവന്മാരാക്കി ഉയർത്തുകയാണ്. അപ്പോൾ നരനെ നാരായണനാക്കി ഉയർത്തുകയാണ്. അപ്പോൾ മാനവസേവയാണ് മാധവസേവ. മാനവസേവയാണ് മാധവസേവ. ഈ മാധവ് എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കണം. മാധവൻ എന്നുള്ളതിൻ്റെ അർത്ഥം, ഈ ഭഗവത്ഗീതയ്ക്ക് ഒരു ധ്യാനം എഴുതിയിട്ടുണ്ട് മധുസൂദനാനന്ദ സരസ്വതി തിരുവടികളെ. അദ്ദേഹം പറയുന്നു, മോകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദ മാധവ. മാധവൻ എന്ന് പറഞ്ഞാൽ മായയെ ധരിച്ചവൻ, ബുദ്ധിയെ ധരിച്ചവൻ. ബുദ്ധിസ്വരൂപനാണ് ഭഗവാൻ, ബോധസ്വരൂപനാണ് ഭഗവാൻ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട്. അപ്പോൾ ബോധസ്വരൂപനായ ഭഗവാൻ, ബുദ്ധിസ്വരൂപനായ ഭഗവാൻ. ഇത് വേദങ്ങളിൽ പറയുന്നു, ശ്രുതി പറയുന്നു, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തുസാരഥിം വിദ്ധിം മനഃപ്രഗ്രഹമേവ. വേദങ്ങൾ പറയുന്നു എന്താണ്? ആത്മാനം രഥിനം വിദ്ധി, എൻ്റെ ആത്മാവാണ് ഈ രഥത്തിൻ്റെ ഓണറ്. ശരീരം രഥമേവച, രഥസങ്കല്പമാണ് ഇവിടെ വേദങ്ങൾ. അതാണ് ഭഗവത്ഗീതയിൽ വേദവ്യാസ ഭഗവാൻ. കൃഷ്ണൻ അതാണ് നമ്മളോട് പറയുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ നമ്മൾ പഠിച്ചില്ലേ 18ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി. അപ്പോൾ ഈ ബുദ്ധി അപ്പോൾ ഈ ബുദ്ധിയാണ്, ശ്രദ്ധിക്കണം, ജീവിതമാകുന്ന ചിന്തകളെ ഉദ്ഭവിക്കുന്നത് ഈ മനസ്സിലാണ്. ഈ മനസ്സിനെ സങ്കല്പ വികല്പാത്മഹ മനഃ, ഈ മനസ്സിനെ നിയന്ത്രിച്ച് നിലക്കു നിർത്തുന്നത് ബോധസ്വരൂപമായ ബുദ്ധിയാണ്. അപ്പോൾ ഈ ബുദ്ധിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് 10ാം ക്ലാസ് തോറ്റ് അപ്പുറത്ത് ഇരിക്കുന്ന രാമൻ നായർക്ക് എന്നാൽ നീ പോയിട്ട് ഡ്രൈവിങ് ചെയ്തോളൂ, ഡ്രൈവറായി മാറുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാർത്ഥസാരഥി പരമാർത്ഥ ജ്ഞാനം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ബോധത്തെ നിയന്ത്രിക്കുന്നതാകും ആ ചൈതന്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട പുരുഷാർത്ഥങ്ങളൊക്കെ, ധർമാർത്ഥ കാമമോക്ഷങ്ങളൊക്കെ ഭഗവാൻ നമ്മളെ നേടിയെടുപ്പിക്കും. അതിന് ഭഗവാന്റെ
ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദ രോഗത്തിൽ നിന്നും യോഗത്തിലോട്ട് കടന്ന് സാഖ്യയോഗത്തിലേക്ക് എണ്ണി എണ്ണി പറയുന്നു. നേതി 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 നേതി, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, മറിച്ച് ഇതുപോലെ ജീവിക്കണം, ഇതുപോലെ ജീവിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. സാഖ്യയോഗത്തിൽ 31ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സ്വധർമ്മമപി ചാവേക്ഷ്യ നവികമ്പിതുമർഹസി ധർമ്മ്യാദ്ധി യുദ്ധോശ്രേയോ ന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ, ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. കണ്ടോ കൃഷ്ണൻ എന്ത് കറക്റ്റായിട്ടാണ് ഏത് മലയാളി കുട്ടിക്കും, ഏത് മന്ദബുദ്ധിക്ക്, ഏത് കിഴങ്ങനും, ഏത് കുരങ്ങനെയും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഭഗവാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. സ്വധർമ്മം അപിച്ചാപേക്ഷ, സ്വധർമ്മം അപിച്ചാപേക്ഷ. ഡോ റോഡ് നോക്കി വണ്ടി ഓടിക്കടോ, നമ്മൾ പറയാറില്ലേ? ഇത്രേ പറയുന്നുള്ളൂ. റോഡ് നോക്കി വണ്ടി ഓടിക്കടോ, മൊബൈൽ തോണ്ടി വണ്ടി ഓടിക്കലടോ, ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കടോ, ഇത്രേ പറയുന്നുള്ളൂ. സ്വധർമ്മം അപിച്ചാപേക്ഷ, എന്ത് സംഭവിച്ചാലും ശരി സ്വധർമ്മം കൈവിടരുത്. സാധുരേവ സമന്തവ്യ, നമ്മൾ ഇതിനു മുന്നേ പഠിച്ചില്ലേ? സാധു ക്യാൻസർ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന പുകവലിയല്ല, സാധു ബീഡിയല്ല. സാധു ബീഡി വലിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗിഫ്റ്റായിട്ട് ക്യാൻസർ കിട്ടും. പിന്നെ സത്യമായിട്ടും പറയുന്നതാണ്, യൂട്യൂബിൽ അടിച്ചു നോക്കിക്കോ, നെഞ്ചു തൊട്ടി ഞാൻ പറയുന്നതാണ്, കിഡ്നി മുഴുവൻ പൊട്ടി ഒഴുകി പുഴുത്ത് നരകിച്ച് ചാവും സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് സ്ഥിരം കാണുന്നതാണ്, ചെറിയ കൊച്ചു പെമ്പിള്ളേരടക്കം. നിങ്ങൾ IITസും OETസും കുന്തം കുടച്ചക്രവും പഠിക്കാൻ വേണ്ടി എറണാകുളത്തോട്ട് വിടുന്നില്ലേ, അവരൊക്കെ ഇവിടെ വന്ന് സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പാണ് ഗിഫ്റ്റായിട്ട് ക്യാൻസർ. അപ്പോൾ സാധുരേവ സമന്തവ്യ, നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചില്ലേ? സാധു എന്ന് പറഞ്ഞാൽ മരിച്ചാലും ഞാൻ ധർമ്മം വിടില്ല. ഇത്രയേ പറയാനുള്ളൂ ഭഗവത്ഗീതയിൽ ഭഗവാന്. അവനവൻ്റെ ധർമ്മം, സ്വധർമ്മം അപിച്ചാപേക്ഷ, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും സ്വധർമ്മം കൈവിടരുത്. ഇത് എനിക്ക് കൃഷ്ണൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എറണാകുളത്ത് പറയും. കാരണം എറണാകുളത്ത് ഞാനിങ്ങനെ കാർ ഓടിച്ച് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ മെട്രോയുടെ തൂണുണ്ടാവും. ആ തൂണിലൊക്കെ പരസ്യം ഉണ്ടാവും. ഈ പരസ്യമൊക്കെ നോക്കി അവരൊക്കെ വിളിച്ച് അവിടെ പോയിട്ട് എന്തെങ്കിലും 10 പരസ്യം എടുത്ത് എന്തെങ്കിലും 10 റുപ്യയുടെ ഊണ് വക ഉണ്ടാക്കാനാണ് ഞാൻ എറണാകുളത്ത് പോകുന്നത്. അപ്പോൾ ഈ തൂണ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭഗവാൻ ഇത് പറഞ്ഞത് ഭഗവത്ഗീതയിൽ ഓർമ്മ വരും. സ്വധർമ്മം അപിച്ചാപേക്ഷ ധാരയിതി ഇതി ധർമാഹ. ധരിക്കുക. ഈ മെട്രോയുടെ ഓരോ പില്ലറുകളുമാണ് ഈ റെയിൽവേ ട്രാക്കിനെ ധരിക്കുന്നത്, താങ്ങി നിർത്തുന്നത്. അതിലൂടെയാണ് മെട്രോ ട്രെയിൻ ഓടുന്നത്. അതുവഴിയാണ് ഓരോ 20 മിനിറ്റ് കൂടുമ്പം മെട്രോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വികസന തത്വസംഹിതയുടെ പേരാണ് നരേന്ദ്രമോദി. വേറൊരാളുടെ പേര് ഞാൻ പറയാം, യോഗി ആദിത്യനാഥ്. ഗുജറാത്തിൽ നിന്നും ബോംബെക്ക് ഇപ്പോൾ ഒരു മെട്രോ വരുന്നുണ്ട്, 450 കിലോമീറ്റർ സ്പീഡ്, ജപ്പാനെ വരെ തള്ളിക്കൊണ്ട്. അപ്പം ഈ മെട്രോ ഗുജറാത്തിൽ നിന്നും ബോംബെയിലേക്കുള്ള ഈ ട്രെയിൻ ഞാൻ യൂട്യൂബിൽ അതൊക്കെ കണ്ടു. ഈ പില്ലറിലാണ്, ഓരോ പില്ലറുകളിലായിട്ടാണ്. അപ്പം ഈ ഓരോ പില്ലറുകളും നമ്മോട് പറയുന്നു സ്വധർമ്മം അപിച്ചാപേക്ഷ, എന്ത് സംഭവിച്ചാലും മണികണ്ഠ നീ നിന്റെ ധർമ്മം കൈവിടരുത്. നീ വർക്ക് ചെയ്യൂ, നീ ജോലിക്ക് പോകൂ, നീ അഡ്വർടൈസ്മെന്റ് എടുക്കൂ, നീ നിന്റെ കർമ്മം ചെയ്യൂ. ഓരോ മെട്രോ പില്ലറുകളും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഞാൻ എറണാകുളത്തുണ്ടാകുമ്പോൾ എറണാകുളത്ത് നിന്നും ഓരോ മെട്രോ പില്ലറുകളും എന്നോട് പറയുന്നു നീ നിന്റെ ധർമ്മം കൈവിടരുത്. എന്താണ് എൻ്റെ ധർമ്മം? ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, പേയ്മെൻറ്റ് വാങ്ങിക്കുക, അവരുടെ പരസ്യങ്ങൾ ചെയ്യുക, അവരുടെ ഡിസ്കഷനുകൾ, അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക, അവരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അവിടുന്ന് സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റി മനസാ വാചാ കർമ്മണ അവളെ വികസിപ്പിക്കുക.
എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി അച്ഛനെ വികസിപ്പിക്കുക, എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി അമ്മയെ വികസിപ്പിക്കുക, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കി അവരെ വികസിപ്പിക്കുക, എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ നോക്കി അവരുടെ കാര്യങ്ങൾ വികസിപ്പിക്കുക. ഒപ്പം എൻ്റെ സഹോദരി സഹോദരന്മാരെയും അവരുടെ മക്കളുടെയും കാര്യങ്ങൾ നോക്കി വികസിപ്പിക്കുക. ഒപ്പം സനാതനമായ എൻ്റെ പൈതൃകം, എൻ്റെ ഹിന്ദു സംസ്കൃതി, എൻ്റെ ഹിന്ദു സംസ്കാരം, ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം, എല്ലാ മതങ്ങളുടെയും മതമായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മദർ ഓഫ് ഓൾ റിലീജിയൻ, എൻ്റെ ഹൈന്ദവ സംസ്കാരം നിങ്ങളിലൊക്കെ എത്തിക്കുക. ഏതൊക്കെ മീഡിയകളിലോ ഏതൊക്കെ സോഷ്യൽ മീഡിയകളോ അവയൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇതാണ് പറയാനുള്ളത്. സ്വധർമ്മം അപിചാപേക്ഷ, എന്ത് സംഭവിച്ചാലും സ്വധർമ്മം കൈവിടരുത്. അപ്പോൾ നമുക്ക് നോക്കണം. ആദ്യം ഭൂമിദേവി സ്വധർമ്മം കൈവിടരുത്. ഭൂമിദേവി സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാത്രിയും പകലും ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൽ മാക്സ് മുള്ളർ പറയുന്നു, 7000 വർഷങ്ങൾക്ക് മുന്നേ ഋഗ്വേദത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ക്ഷാശുഷ്ണിം പരിപ്രദക്ഷിണേത്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സൂര്യനെ വലം വച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഋഗ്വേദം പറയുന്നത്. ഇനി ഭാഗവതം എടുത്തു നോക്കാം. 5000-ലധികം വർഷത്തെ പഴക്കമുള്ള ഭാഗവതത്തിൽ ഭൂഗോളവർണ്ണന അതിൽ പറയുന്നു, ഭൂഗോള മധ്യഭ്രമേ, ഭൂമി ഗോളമാണെന്നും മധ്യത്തിൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും. ഇനി സെമിറ്റിക് മതങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ കൃത്യമായും 3-4 പ്രാവശ്യം പറയുന്നു ഭൂമി പരന്നതാണ്. ഖുറാനിൽ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് ശാസ്ത്രങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പഠിക്കണം. അപ്പോൾ സ്വധർമ്മം അപിചാപേക്ഷ, കാറ്റിനോട് പറയുന്നു, സ്വധർമ്മം ചെയ്യൂ കാറ്റടിച്ചു മാറ്റൂ, എല്ലാ ദുർഗന്ധങ്ങളെയും മാറ്റി ക്ലീൻ ചെയ്ത്, സർവത്തിനെയും ക്ലീൻ ചെയ്ത്. ഇവിടെ സൂര്യഭഗവാൻ ഇവിടെ ജലത്തിൽ നിന്നും നീരാവി വിടുന്ന അതിനെ അടിച്ചങ്ങോട്ട് കൊണ്ടുപോയി ആകാശത്ത് കൊണ്ടുപോയി സേഫ് സോണിൽ കൊണ്ടുപോയി ബഫർ സ്റ്റോക്ക് ചെയ്ത് വെച്ച് വേനൽക്കാലാകുമ്പം മഴത്തുള്ളികളായി ഏവം പ്രവർത്തിതം ചക്രം, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ വീണ്ടും ചാക്രികമായിട്ട് മഴയാക്കി കൊണ്ടുതരൂ. അപ്പം സ്വധർമ്മം അപിചാപേക്ഷ, നല്ലൊരു വേദമന്ത്രമുണ്ട്. ശ്രുതി പറയുന്നു, ഭയാദഗ്നിസ്തപതി ഭയാസ്തപതി സൂര്യ ഭയാസ്തഗ്നിസ്തപതി ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി ഭജ പഞ്ചമ. ഭയാദഗ്നിസ്തപതി, എന്നെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത്, എന്നെ ഭയന്നിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത്, എന്നെ ഭയന്നിട്ടാണ് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്നത്, എന്നെ ഭയന്നിട്ടാണ് മൃത്യു ഭഗവാൻ പോലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വധർമ്മത്തെ ഇംപ്ലിമെന്റ് ചെയ്യിക്കുകയാണ് പ്രപഞ്ച സാക്ഷിയായ ജഗദീശ്വരൻ ഇവിടെ ചെയ്യുന്നത്. നോക്കൂ, 150 കോടി ജനതയും ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത് ഓരോ പട്ടാളക്കാരനും അവനവൻ്റെ ജോലി കൃത്യമായി പാകിസ്ഥാൻ്റെയും ലോകത്തിന് ടെററിസം വാരി വലിച്ചെറിയുന്ന മുസ്ലിം ടെററിസത്തിലുള്ള പാകിസ്ഥാൻ്റെ നേർക്ക് തോക്കുമായി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. സ്വധർമ്മമപിചാപേക്ഷ, അവരോരോ വ്യക്തികളോടും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ കാര്യം നരേന്ദ്രമോദി അവിടെയും ലഡാക്കിൽ ചെന്ന് ചൈനയിലെ അതിർത്തിയിലുള്ള ഓരോ പട്ടാളക്കാരോടും പറയുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, സ്വധർമ്മമപിചാപേക്ഷ, ആരും സ്വധർമ്മം കൈവിടരുത്. ഇപ്പോൾ 145 കോടി ജനത ഇവിടെ കടന്നുറങ്ങുന്നത് അവർ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഹാർട്ട് നിസ്വാർത്ഥ സേവനം സ്വധർമ്മമപി, ആ ഹാർട്ട് സ്വധർമ്മം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുകയായി. അപ്പോൾ നമ്മുടെ ഹാർട്ട് സ്വധർമ്മം ചെയ്യുകയാണ്. നമ്മുടെ ശ്വാസകോശം
സ്വധർമ്മം നിർവഹിക്കുകയാണ്. സോഹം സോഹം. ശ്വാസകോശം ശ്വാസം വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നത്. സോഹം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഹംസമായി. ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നുള്ളതൊക്കെ കേട്ടില്ലേ? അപ്പം ശ്വാസകോശം സ്വധർമ്മമാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിയോട്, ഓരോ കോശങ്ങളോടും ബുദ്ധി പറയുന്നു, സ്വധർമ്മം അനുഷ്ഠിക്കൂ. നോക്കൂ, ഈ ചുണ്ടിൽ നിന്നും മലദ്വാരത്തിലേക്ക് 5 മീറ്റർ ഉണ്ട്. ഒരു സാരിയുടെ നീളമുണ്ട്. ഇത്രയും സ്ഥലങ്ങളിലെ ബാക്ടീരിയകൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്, എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെയൊക്കെ സുഹൃത്തായി, നിങ്ങളുടെയൊക്കെ സഹോദരനായി, നിങ്ങളുടെയൊക്കെ അച്ഛനായി, നിങ്ങളുടെയൊക്കെ അമ്മയായി, നിങ്ങളുടെയൊക്കെ പ്രിയ മകനായി എനിക്ക് വരാൻ സാധിക്കുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ സ്വധർമ്മം അപിചാപേക്ഷ. സ്വധർമ്മം ഈ ബാക്ടീരിയകൾ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാ ഡോക്ടർമാരും സ്വധർമ്മം ചെയ്യണം, എല്ലാ എഞ്ചിനീയർമാരും സ്വധർമ്മം അപിചാപേക്ഷ. ഇന്ത്യൻ കർഷകർ, സ്വാമിനാഥൻ അടക്കമുള്ള സയൻറ്റിസ്റ്റുകൾ സ്വധർമ്മം അപിചാപേക്ഷ. ഓരോ ഡ്രൈവർമാരും ലോകത്തിലുള്ളത് സ്വധർമ്മം അപിചാപേക്ഷ. അവനവൻ്റെ ധർമ്മം ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് കൃഷ്ണൻ പൂർണ്ണാവതാരമെടുത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന കൃഷ്ണനാണിത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂരപ്പ ഭക്തന്മാരും ഇത് തട്ടിക്കളയരുത്. കൃഷ്ണൻ എന്താ പറയാനുള്ളത്? 10,008 ഭാര്യമാരുണ്ട്. അപ്പോൾ ഭർത്തൃധർമ്മം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഭാഗവതത്തിലൂടെ. അപ്പോൾ ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം, പിന്നെ പിതൃധർമ്മം, മാതൃധർമ്മം, പുത്രധർമ്മം, ഗുരുധർമ്മം, ശിഷ്യധർമ്മം, രാഷ്ട്രധർമ്മം, രാജധർമ്മം, സമൂഹധർമ്മം. ഇങ്ങനെ ധർമാചരണമാണ് ഭഗവത്ഗീത. അവസാനം 18-ാമത്തെ അധ്യായത്തിൽ പറയും. അവസാനം 18-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകം എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവ നീതിർ മതിർ മമ. ധ്രുവ നീതിർ മതിർ മമ. ഈ മമ അവസാനിച്ച് തുടങ്ങുന്നത് ധർമ്മക്ഷത്രേ കുരുക്ഷത്രേ സമവേദ യുയുസവ ധർമ്മം എന്ന വാക്കിലാണ്. അപ്പോൾ തുടങ്ങുന്നത് മമ ധർമ്മ, എൻ്റെ ധർമ്മം. അപ്പോൾ ഒരു ഭാരതീയ ഹിന്ദു എന്ന നിലയിൽ, ഒരു ഭാരതീയൻ എന്ന നിലയിൽ എൻ്റെ രാഷ്ട്രത്തോടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകൾ ചെയ്യുന്ന ഒരു ഉത്തമ പൗരനായി ജീവിക്കുകയാണ്. ധർമാചരണത്തെ പ്രേരിപ്പിക്കുകയാണ് 124 വർഷം കൊണ്ട് കൃഷ്ണൻ ചെയ്യുന്നത്. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഞാൻ 124 വർഷം ലോകത്തിന് മുഴുവൻ നന്മ വരാനായിക്കൊണ്ട് ധർമാചരണത്തിന് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വധർമ്മം അപിചാപേക്ഷ ന വികമ്പിതുമർഹസി. സ്വധർമ്മം ആചരിക്കുന്നവർക്ക് ന വികമ്പിതുമർഹസി, ഒരിക്കലും പതറേണ്ടി വരില്ല, ഒരിക്കലും തളരേണ്ടി വരില്ല, ഒരിക്കലും മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ജീവിതം പതറാതെ തളരാതിരിക്കാനും വളരാനും വികസിക്കാനും മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനുമാണ് ഈ ധർമ്മശാസ്ത്രം മാനവരാശിയോട് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇത് പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. മാനവരാശിക്ക് മുഴുവൻ വെളിച്ചം വിതറുന്ന തീപ്പന്തമായി മാറണം ഭഗവത്ഗീത പഠനത്തിലുള്ള നിങ്ങൾ ഓരോ വ്യക്തികളും, നമ്മുടെ മക്കളും വരും തലമുറയും. അതിന് സ്വാമിയേ ശരണമയ്യപ്പ ഈ ചാനൽ എല്ലാവരിലും എത്തിക്കാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലും എത്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.